എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി സഹായമായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 21ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിലൂടെ 42,000 രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് അതായത് 22ാമത്തെ ഗഡുവിൻ്റെ വിതരണത്തിൻ്റെ സമയവും ആരംഭിച്ചിരിക്കുകയാണ്. വളരെ വൈകാതെ തന്നെ ഇതിൻ്റെ 2,000 രൂപയുടെ വിതരണവും നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും ആരംഭിക്കുന്നതാണ്. ഈ പദ്ധതി ഒരു തടസ്സവും കൂടാതെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. പ്രധാനമായിട്ടും എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുള്ള ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ കർഷകർക്കും മുടങ്ങാതെ ഈ ഒരു ധനസഹായം വീണ്ടും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളവരുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ്. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്തിൻ്റെ ഇടയ്ക്കായിരിക്കും 22ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല ഈ സമയത്ത് പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് കിസാൻ സമ്മാൻ നിധിയുടെ തുക ഇപ്പോൾ 6000 രൂപ ലഭിക്കുന്നവർക്ക് അത് 12,000ത്തിലേക്ക് ഉയർത്തുന്നു എന്ന തരത്തിൽ ഒരു അറിയിപ്പ് വരുന്നുണ്ട്. അതായത് നിലവിൽ വിവിധ മാധ്യമങ്ങൾ വഴിയാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് വന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇത് ഔദ്യോഗികപരമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിൻ്റെ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ബഡ്ജറ്റിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ 6000 ലഭിക്കുന്നവർക്ക് തുകയിൽ വർധനവോ മറ്റേതെങ്കിലും ആനുകൂല്യങ്ങളോ അധികമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എങ്കിൽ പോലും ഇതെല്ലാം തന്നെ ഈ വരുന്ന 2026 ജനുവരിയിൽ അതോടൊപ്പം തന്നെ ഫെബ്രുവരി മാസങ്ങളിലുള്ള കേന്ദ്ര ബഡ്ജറ്റിലായിരിക്കും അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ ഈ തുകയിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല. 6000 തന്നെയാണ് ലഭിക്കുന്നത്. 3 ഇൻസ്റ്റാൾമെൻറ്റുകൾ 2,000 രൂപ വീതം. ഇനി രണ്ടാമത്തത് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ ആനുകൂല്യം ലഭിക്കുന്ന കർഷകർക്ക് ഈ KYCയോ അതിൻ്റെ വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടോ ഫോണിലോട്ട് പ്രത്യേകമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള തരത്തിലേക്ക് ചില മെസ്സേജുകൾ വരാറുണ്ട്. ഇത് തട്ടിപ്പ് മെസ്സേജുകളാണ് എന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ എന്ന രീതിയിലേക്ക് വരികയാണ് എങ്കിൽ പോലും അതിൻ്റെ അറിയിപ്പോ അല്ലെങ്കിൽ അത്തരം ഓഡിയോ ക്ലിപ്പുകളോ അല്ലെങ്കിൽ അത്തരം മെസ്സേജുകളോ ആപ്ലിക്കേഷനുകളോ അത് അവഗണിക്കുക തന്നെ ചെയ്യേണ്ടതാണ്. പ്രധാനമായിട്ടും നമ്മുടെ അക്കൗണ്ട് വിശദാംശങ്ങൾ ഉൾപ്പെടെ തട്ടിപ്പുകാർ കൈക്കലാക്കുവാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള അറിയിപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ലഭിക്കുന്നത് ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിംഗ് എല്ലാം പൂർത്തീകരിച്ച കർഷകർക്കാണ്. ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് ഇവരുടെ അക്കൗണ്ടിലേക്കാണ് തുക എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് KYC ഒരിക്കൽ ചെയ്ത കർഷകരാണ് എങ്കിൽ പോലും നമ്മൾ PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഈ KYC ഒന്നുകൂടി ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ KYC ഓൾറെഡി ഡൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ മറ്റ് തടസ്സങ്ങളില്ല. നമുക്ക് വീണ്ടും ഈ KYC ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്ത പക്ഷം ഇതിൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ കൂടി നമ്മൾ തുടരേണ്ടതായിരിക്കും. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്കെല്ലാം തന്നെ അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുള്ളവർക്ക് നമ്മുടെ സംസ്ഥാനത്ത് കർഷക ID കാർഡുകൾ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. 2026 ജനുവരി മാസം മുതലായിരിക്കും ഇതിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേ നടക്കുന്ന കാര്യം അറിയാമല്ലോ. അത് പൂർത്തീകരിക്കുന്ന വില്ലേജുകൾക്ക് മുൻഗണന നൽകിയായിരിക്കും ആദ്യം പ്രോപ്പർട്ടി കാർഡുകൾ എല്ലാം തന്നെ വിതരണം ചെയ്യുക. നമ്മുടെ കൃഷിഭൂമിയുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയ കാർഡുകളായിരിക്കും ഇവ. ഇതുകൂടാതെ തന്നെ നമുക്ക് കർഷക ID എടുക്കുന്നതിന് വേണ്ടി മുമ്പ് അറിയിപ്പുകൾ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. അത് താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ്. അതിൻ്റെ അറിയിപ്പ് പിന്നീട് നൽകുന്നതാണ്. ആ ഒരു സമയത്ത് കർഷകർ ഇത് എടുക്കുകയും ചെയ്യേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.